നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. രാഹുൽ ഗാന്ധിയുടെ പൗരത്വം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ ആഭ്യന്തര മന്ത്രാലയത്തോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ട അലഹബാദ് ഹൈക്കോടതി. ഡിസംബർ 19-നകം വിവരങ്ങൾ നൽകണം. രാഹുലിന് ബ്രിട്ടീഷ് പൗരത്വമുണ്ടെന്നും ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്നും പൊതുതാൽപര്യ ഹർജിയിൽ ആവശ്യം. ഭരണഘടന രാജ്യത്തെ ഏറ്റവും പവിത്രമായ ഗ്രന്ഥമെന്ന് രാഷ്ട്രപതി. സംസ്കൃതം പതിപ്പും 75 രൂപ നാണയവും സ്റ്റാമ്പും പുറത്തിറക്കി. ഭരണഘടനാ ദിനത്തിൽ സംയുക്ത സമ്മേളനം ചേർന്ന് പാർലമെന്റ്. ഒരു വർഷം നീളുന്ന ആഘോഷങ്ങൾക്ക് തുടക്കം. ബംഗ്ലാദേശിൽ ഹിന്ദു സമൂഹത്തിന് നേരെ നടക്കുന്ന അതിക്രമങ്ങളിൽ ആശങ്ക അറിയിച്ച് ഭാരതം. ഇസ്കോൺ സന്യാസി ചിന്മയ കൃഷ്ണദാസിന്റെ അറസ്റ്റ് ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തുന്നത്. ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ബംഗ്ലാദേശിനോട് ആവശ്യപ്പെട്ട വിദേശകാര്യ മന്ത്രാലയം. ലബനനിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ഭാരതത്തിന് സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് വിദേശകാര്യമന്ത്രി. ഇസ്രായേലും ഇറാനുമായി വിഷയം ചർച്ച ചെയ്യുന്നു. പ്രശ്നപരിഹാരത്തിന് ഭാരതം മുൻകൈയെടുക്കുമെന്നും എസ് ജയശങ്കർ. കാനഡ, മെക്സിക്കോ, ചൈന രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തുമെന്ന ഡൊണാൾഡ് ട്രംപ്. മെക്സിക്കൻ കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 25% നികുതി. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നികുതി 10%. കട്ടിംഗ് സൗത്ത് നടത്തിപ്പിന് കനേഡിയൻ ഫണ്ടിംഗ്. സംഘാടകർ പണം കൈപ്പറ്റിയത് വിദേശകാര്യ മന്ത്രാലയം അറിയാതെ. അനുമതി തേടിയില്ലെന്ന് സ്ഥിരീകരണം. രേഖകൾ ജനം ടിവിക്ക്. വിശദമായ വാർത്തകളിലേക്ക്. ബംഗ്ലാദേശിൽ ഹിന്ദു സമൂഹത്തിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ഭാരതം. ധാക്കയിൽ ആചാര്യൻ ചിന്മയ കൃഷ്ണദാസിന്റെ അറസ്റ്റിൽ വിദേശകാര്യ മന്ത്രാലയം ആശങ്ക അറിയിച്ചു. ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ കടുത്ത വിവേചനം നേരിടുകയാണെന്നും അവരുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ബംഗ്ലാദേശിൽ ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ അതിക്രമങ്ങളും രാജ്യദ്രോഹ കുറ്റം ചുമത്തിയുള്ള നടപടികളും വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് വിഷയത്തിൽ ഭാരതത്തിന്റെ ശക്തമായ ഇടപെടൽ. അവകാശ സംരക്ഷണത്തിനായി സംസാരിച്ച ബംഗ്ലാദേശ് സമ്മിലിത് സനാതൻ ജാഗരൺ ജോട്ടയുടെ വക്താവ് ആചാര്യൻ ചിന്മയ് കൃഷ്ണദാസിന്റെ അറസ്റ്റും ജാമ്യം നിഷേധിച്ച നടപടിയും ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂനപക്ഷങ്ങൾക്കും അവരുടെ ആരാധനാലയങ്ങൾക്കും നേരെ തുടർച്ചയായി അതിക്രമങ്ങൾ നടക്കുകയാണ്. ഇത്തരം കുറ്റകൃത്യങ്ങളിലെ പ്രതികൾ സ്വതന്ത്രരായി വിലസുമ്പോൾ അവകാശ സംരക്ഷണത്തിനായി സംസാരിക്കുന്നവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്നത് ആശങ്കപ്പെടുത്തുകയാണ്. ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ തലസ്ഥാന നഗരമായ ധാക്ക ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഹിന്ദു സമൂഹം പ്രതിഷേധിച്ചിരുന്നു. ഇത്തരം സമ്മേളനങ്ങൾക്ക് നേതൃത്വം നൽകിയവർക്കെതിരെയാണ് ബംഗ്ലാദേശ് സർക്കാർ രാജ്യദ്രോഹ കുറ്റം ചുമത്തി നടപടി സ്വീകരിക്കുന്നത്. ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെയുള്ള കലാപത്തിന്റെ മറവിലും ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ വ്യാപകാക്രമം അഴിച്ചുവിട്ടിരുന്നു. നിരവധി ക്ഷേത്രങ്ങൾ തകർത്തു. തൊഴിൽ സംവരണത്തിനെതിരെ വിദ്യാർത്ഥികൾ ആരംഭിച്ച പ്രതിഷേധമായിരുന്നു പിന്നീട് ജമാഅത്തെ ഇസ്ലാമിയും അതിന്റെ വിദ്യാർത്ഥി സംഘടനയായ ഇസ്ലാമി ഛാത്ര ശിബിറും ഏറ്റെടുത്ത് 100 കണക്കിന് ആളുകളെ കൊലപ്പെടുത്തിയ കലാപമായി മാറിയത്. നിലവിൽ ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നിട്ടും ന്യൂനപക്ഷങ്ങൾ കടുത്ത വിവേചനം നേരിടുകയാണ്. ജനം, ഡൽഹി. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ കൂടി ചേർന്നുണ്ട്. ജിഷ്ണു, ഒരുപക്ഷെ നമുക്കറിയാം ബംഗ്ലാദേശിൽ നടക്കുന്ന അനീതിക്കെതിരെ ഏറ്റവും ശക്തമായ രീതിയിലാണ് ഹൈന്ദവ സമൂഹം ശബ്ദമുയർത്തുന്നത്. ഒരുപക്ഷെ ഹൈന്ദവ സമൂഹത്തിന്റെ പ്രതിഷേധങ്ങളെയൊക്കെ അടിച്ചമർത്താനുള്ള ഒരു നീക്കം തന്നെയല്ലേ പ്രത്യേകിച്ചും ഹൈന്ദവ നേതാക്കളെ കേന്ദ്രീകരിച്ചുള്ള ഇത്തരത്തിലുള്ള നിയമ നടപടികൾ ബംഗ്ലാദേശ് ഭരണകൂടം സ്വീകരിക്കുന്നത്? വിഷ്ണു സൂചിപ്പിച്ചതുപോലെ ബംഗ്ലാദേശിൽ തുടർച്ചയായി ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ നടക്കുകയാണ്. അവരുടെ ആരാധനാലയങ്ങൾ അടിച്ചു തകർക്കുന്നു, വീടുകൾ തകർക്കുന്നു, പലർക്കും ജോലി ഉപേക്ഷിച്ചുകൊണ്ട് പലായനം ചെയ്യേണ്ട അവസ്ഥയുണ്ടാകുന്നു. ഈ വിഷയം രൂക്ഷമായതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ധാക്ക ഉൾപ്പെടെ ബംഗ്ലാദേശിന്റെ തലസ്ഥാന നഗരമായ ധാക്ക ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഹിന്ദു സമൂഹത്തിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ റാലി നടന്നത്. ആ പ്രതിഷേധ റാലിക്ക് നേതൃത്വം നൽകിയവർ തന്നെ ചൂണ്ടിക്കാട്ടിയത്
ഇത്തരത്തിൽ പ്രതിഷേധവുമായി എത്തിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനീതിക്കെതിരെ പ്രതിഷേധവുമായി ഇറങ്ങിയില്ലെങ്കിൽ ഇനി ബംഗ്ലാദേശിൽ ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥ വരും. അടുത്ത തലമുറയ്ക്ക് ബംഗ്ലാദേശിൽ ഹിന്ദുവായി അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷമായി നിലകൊള്ളാനാകാത്ത അവസ്ഥ വരും. അതിനെതിരെയാണ് ഈ പ്രതിഷേധമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടായിരുന്നു വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറിയത്. എന്നാൽ ഇത്തരത്തിലുള്ള റാലികൾ സംഘടിപ്പിച്ചവർക്ക്, അതിന് നേതൃത്വം നൽകിയവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട് അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്ന നടപടിയാണ് ഇപ്പോൾ ബംഗ്ലാദേശ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ ഭാരതത്തിന്റെ ഭാഗത്തുനിന്നൊരു അടിയന്തരമായ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. വിദേശകാര്യ മന്ത്രാലയം ബംഗ്ലാദേശിനോട് രാജ്യത്ത് ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യം മുൻപോട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം ആചാര്യ ചിന്മയ് കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള ഹൈന്ദവ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി രംഗത്തിറങ്ങിയിട്ടുള്ള ആളുകളുടെ അറസ്റ്റും അവരുടെ ജാമ്യം നിഷേധിച്ചുകൊണ്ട് ജയിലിൽ അടയ്ക്കുന്ന നടപടിയും ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തുകയാണ്. അത്തരം നടപടികളിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്നും ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കണം എന്നുള്ളതുമാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഭാരതം ആവശ്യപ്പെട്ടിട്ടുള്ളത്. നേരത്തെ അരങ്ങേറിയ ഹിന്ദു വിരുദ്ധ കലാപത്തിന് പിറകെ ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇക്കാര്യം നേരിട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഇടക്കാല സർക്കാരിന് ആശംസകൾ അറിയിക്കുന്നതോടൊപ്പം ബംഗ്ലാദേശിൽ മുഴുവൻ ന്യൂനപക്ഷങ്ങൾക്കും, ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായിട്ടുള്ളവർക്ക് പോലും അവകാശവും സംരക്ഷണവും ഉറപ്പാക്കണം എന്ന ആവശ്യം പ്രധാനമന്ത്രി മുൻപോട്ട് വെച്ചിരുന്നു. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ സ്ഥിതി, അതിൻ്റെ കണക്ക് വിവരങ്ങൾ നമുക്ക് മുൻപിലുള്ളതാണ്. നേരത്തെ 18% മുകളിലുണ്ടായിരുന്ന ഹിന്ദു സമൂഹം, അതിൻ്റെ ജനസംഖ്യ ഇന്ന് 8% താഴേക്ക് എത്തിയിരുന്നു. കൂടാതെ സിഖ്, പാഴ്സി, ക്രിസ്ത്യൻ വിഭാഗങ്ങൾ, ന്യൂനപക്ഷ വിഭാഗങ്ങൾ കടുത്ത അവഗണനയും വിവേചനവും അതിക്രമവുമാണ് ബംഗ്ലാദേശിൻ്റെ മണ്ണിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഓഗസ്റ്റിന് ശേഷം, ഓഗസ്റ്റ് മാസത്തിൽ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെ, ആ ഒരു ഭരണകൂടത്തിനെതിരെ തൊഴിൽ വിഷയവുമായി ബന്ധപ്പെട്ട ബംഗ്ലാദേശിൽ പ്രതിഷേധം ആരംഭിക്കുകയും ആ പ്രതിഷേധം പിന്നീട് ഒരു വലിയ ന്യൂനപക്ഷ വിരുദ്ധ കലാപമായി, എടുത്തു പറയുകയാണെങ്കിൽ ഹിന്ദു വിരുദ്ധ കലാപമായി ബംഗ്ലാദേശിൽ ആഞ്ഞടിച്ചത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ ഒരു തൊഴിൽ സംവരണവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം തീവ്ര ഇസ്ലാമിക നിലപാടുള്ള ജമാഅത്തെ ഇസ്ലാമി ഏറ്റെടുക്കുകയും ബംഗ്ലാദേശിൽ ഹിന്ദു വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. അന്ന് നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. വിവിധ തരത്തിൽ ആരാധനാലയങ്ങൾ തീവച്ച് നശിപ്പിക്കുകയും അടിച്ചു തകർക്കുകയും ചെയ്തു. പലർക്കും അവരുടെ ജോലിയും താമസ സ്ഥലവും ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നു. അത്തരത്തിലൊരു വലിയ ഹിന്ദു വിരുദ്ധ കലാപം അരങ്ങേറിയതിന് പിറകെയാണ് ബംഗ്ലാദേശിൽ ഒരു ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നത്. എന്നാൽ ആ ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷവും ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വിവേചനവും അതിക്രമവും തുടരുകയാണ്. അവകാശ സംരക്ഷണത്തിന് വേണ്ടി രംഗത്തിറങ്ങിയ ആളുകളെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട് ജയിലിൽ അടയ്ക്കുകയുമാണ്. അതിനെതിരെയാണ് ഇത്തരത്തിലൊരു ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുള്ള ശബ്ദം ഇപ്പോൾ മുൻപോട്ട് വന്നിട്ടുള്ളത്. ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്നും ഹിന്ദു നേതാക്കളെ അല്ലെങ്കിൽ ന്യൂനപക്ഷ നേതാക്കളെ അകാരണമായി ജയിലിൽ അടയ്ക്കുകയും രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്നതും ഒഴിവാക്കണം എന്നുള്ളതാണ് ഭാരതം ആവശ്യപ്പെട്ടിട്ടുള്ളത്. നേരത്തെ പ്രജ്ഞാ പ്രവാഹിന്റെ നേതൃത്വത്തിൽ RSSുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ RSSന്റെ പരിവാർ പ്രസ്ഥാനമായിട്ടുള്ള രൂപം നൽകിയിട്ടുള്ള പ്രജ്ഞാ പ്രവാഹിന്റെ നേതൃത്വത്തിൽ രാജ്യത്തെ സാംസ്കാരിക നേതാക്കൾ ചേർന്നുകൊണ്ട് ഈ വിഷയം ഐക്യരാഷ്ട്രസഭയ്ക്ക് മുൻപിലേക്ക് ഉന്നയിച്ചിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കമ്മീഷന് മുൻപിലേക്കായിരുന്നു ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ടയുമായി ബന്ധപ്പെട്ട്, ബംഗ്ലാദേശിൽ നടക്കുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ ഇടപെടണമെന്നും അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണമെന്നും പ്രജ്ഞാ പ്രവാഹിന്റെ നേതൃത്വത്തിൽ ഭാരതത്തിലെ സാംസ്കാരിക നായകന്മാർ, സാംസ്കാരിക നേതാക്കൾ ഐക്യരാഷ്ട്രസഭയ്ക്ക് മുൻപിലും ഈ വിഷയം ഉന്നയിച്ചിരുന്നു. അത്തരത്തിൽ ലോകവേദികളിൽ ചർച്ചയാകുമ്പോൾ പോലും ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നിട്ടും ബംഗ്ലാദേശിൽ ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ നിരന്തരം വേട്ടയാടുന്നതിനെതിരെയാണ് ഭാരതം ശബ്ദമുയർത്തിയത്. ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്. ഭരണഘടനാ ദിനാചരണത്തിന് രാജ്യത്ത് തുടക്കം. എല്ലാ പൗരന്മാരുടെയും അവകാശങ്ങൾ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നുവെന്ന് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. 75 രൂപയുടെ നാണയം രാഷ്ട്രപതി പുറത്തിറക്കി. ഭരണഘടനയുടെ സംസ്കൃതം പതിപ്പും പ്രത്യേക തപാൽ സ്റ്റാമ്പും രാഷ്ട്രപതി അവതരിപ്പിച്ചു. ഭാരതത്തിന്റെ ജനാധിപത്യം ഭരണഘടനയെ അംഗീകരിച്ചതിന്റെ 75ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം. ഭരണഘടന രൂപം കൊണ്ട സംവിധാൻ സദനിലെ സെൻട്രൽ ഹാളിൽ ഭരണഘടനയുടെ ആമുഖം രാഷ്ട്രപതി വായിച്ചു. ദേവഭാഷയായ സംസ്കൃതത്തിലുള്ള ഭരണഘടനയുടെ പകർപ്പും രാഷ്ട്രപതി പ്രകാശനം ചെയ്തു. 75 രൂപയുടെ പ്രത്യേക നാണയവും സ്റ്റാമ്പും പുറത്തിറക്കി. ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശില ഭരണഘടനയെന്ന് രാഷ്ട്രപതി ഓർമ്മപ്പെടുത്തി.
ഭരണഘടന എല്ലാ ജനങ്ങളുടെയും അവകാശങ്ങളെ സംരക്ഷിക്കുന്നു. രാജ്യം നടത്തിയ മുന്നേറ്റങ്ങളുടെ കാരണം ഭരണഘടനയെന്നും രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു. भारत की एकता और अखंडता की रक्षा करना, समाज में समरसता की भावना का निर्माण करना, महिलाओं के सम्मान को सुनिश्चित करना, पर्यावरण की रक्षा करना, वैज्ञानिक दृष्टिकोण को अपनाना, सार्वजनिक संपत्ति की सुरक्षा करना तथा राष्ट्र को उपलब्धियों की नई ऊंचाई तक ले जाना नागरिकों के मूल कर्तव्यों में शामिल है. മുഴുവൻ ജനവിഭാഗങ്ങളുടെയും ക്ഷേമത്തിനായി മോദി സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പാക്കുന്നതായും പിന്നോക്ക വിഭാഗങ്ങൾക്ക് നൽകുന്ന പ്രത്യേക പരിഗണനയും പ്രശംസനീയമെന്ന് ദ്രൗപദി മുർമു അഭിപ്രായപ്പെട്ടു. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യസഭാ വൈസ് ചെയർമാൻ ഹരിവൻഷ് നാരായൺ സിംഗ്, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ തുടങ്ങിയവരും രാഷ്ട്രപതിക്കൊപ്പം വേദിയിലുണ്ടായിരുന്നു. ജനം, ഡൽഹി. സത്യസന്ധരായ മനുഷ്യർ ജീവിക്കുന്ന രാജ്യം തന്നെ പുരോഗതിയുടെ സ്ഥാനമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 1949 നവംബർ 26 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നടത്തിയ പ്രഭാഷണത്തിലെ വാക്കുകൾ പ്രധാനമന്ത്രി ഓർമ്മിപ്പിക്കുകയായിരുന്നു. ഭരണഘടന കേവലം ഒരു രേഖയല്ല, മറിച്ച് അത് ഭാരതത്തിന്റെ ആത്മാവാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് സുപ്രീം കോടതിയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യം വികസനത്തിന്റെ പാതയിൽ മുന്നേറിയത് ഭരണഘടനയുടെ ശക്തമായ പിൻബലം കൊണ്ടാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. देश की प्रगति को भी गति दे रहे हैं और संविधान की मूल भावना को भी सशक्त कर रहे हैं. साथियों, मैं अपनी बात डॉक्टर राजेंद्र प्रसाद जी के शब्दों के साथ समाप्त करना चाहूंगा. 26 नवंबर आज के ही दिन 1949 में संविधान सभा में अपने समापन भाषण में डॉक्टर राजेंद्र प्रसाद जी ने कहा था, भारत को आज ईमानदार लोगों के एक समूह से ज्यादा कुछ नहीं चाहिए, जो अपने हितों से आगे देश का हित रखेंगे. नेशन फर्स्ट, राष्ट्र सर्वप्रथम की यही भावना भारत के संविधान को आने वाली कई सदियों तक जीवंत बनाए रखेगी. ഉത്തർപ്രദേശിലെ സംഭാലിൽ കലാപത്തിന് വഴിവെച്ചത് സമാജ്വാദി പാർട്ടി നേതാവും എംപിയുമായ സിയാഉർ റഹ്മാൻ ബാർക്കാണെന്ന് പോലീസ് എഫ്ഐആർ. ഷാഹി ജുമാ മസ്ജിദിൽ നടന്ന സർവേക്കിടെയാണ് അക്രമമുണ്ടായത്. കൊല്ലാനുള്ള ഉദ്ദേശത്തോടെയാണ് അക്രമികൾ പോലീസിന് നേർക്ക് വെടിവെച്ചതെന്നും എഫ്ഐആറിൽ പറയുന്നു. സാമുദായിക സൗഹാർദ്ദം തകർക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് സമാജ്വാദി പാർട്ടി നേതാവും എംപിയുമായ സിയാഉർ റഹ്മാൻ ബാർക്കിന്റെ ഇടപെടലെന്നാണ് പോലീസ് എഫ്ഐആറിൽ ചൂണ്ടിക്കാട്ടുന്നത്. രാഷ്ട്രീയ നേട്ടത്തിനായി എംപി സിയാഉർ റഹ്മാൻ ജനക്കൂട്ടത്തെ പ്രകോപിപ്പിച്ചു. ജനക്കൂട്ടത്തെ പ്രേരിപ്പിച്ചതിനും അക്രമം ആസൂത്രണം ചെയ്തതിനുമാണ് സിയാഉർ റഹ്മാൻ ബാർക്കിനെതിരെ പോലീസ് കേസെടുത്തത്. സമാജ്വാദി പാർട്ടിയുടെ മറ്റൊരു പ്രധാന നേതാവും MLAയുമായ ഇക്ബാൽ മുഹമ്മൂദിന്റെ മകൻ സൊഹേൽ ഇക്ബാലിനെതിരെയും പോലീസ് കേസെടുത്തിരുന്നു. കൊല്ലുക എന്ന ഉദ്ദേശത്തോട് തന്നെയാണ് അക്രമികൾ പോലീസിന് നേർക്ക് വെടിയുതിർത്തത്. മാരകായുധങ്ങളും ഹോക്കി സ്റ്റിക്കുകളും കമ്പിവടികളും കല്ലുകളും ഉപയോഗിച്ചാണ് അക്രമികൾ പോലീസിനെ നേരിട്ടത്. पत्थरबाज थे, उनका क्या मकसद था, उनका क्या उद्देश्य था. पुलिस वालों के पांव में गोली लगी है और इस तरीके की ये जो उनका जो उद्देश्य था, लेकिन हमारी पुलिस ने और प्रशासन ने. സമാജ്വാദി പാർട്ടി പ്രതിനിധി സംഘം സംഭാൽ സന്ദർശിക്കുന്നതിനെ ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ വിമർശിച്ചു. അക്രമത്തിന് നേതൃത്വം കൊടുത്തവർ തന്നെ മേഖല സന്ദർശിക്കുന്നതിലെ ഔചിത്യവും ഉപമുഖ്യമന്ത്രി ചോദ്യം ചെയ്തു. उत्तर प्रदेश के जो परिणाम आए उससे तो श्री अखिलेश यादव जी को मिर्ची लगी है. भारतीय जनता पार्टी की बल्ले बल्ले है. कोई डेलीगेशन जा रहा है, उससे कोई लेना देना नहीं हो. प्रशासन स्थिति को देख करके निर्णय लेगा. मैंने कहा श्री अखिलेश यादव जी को बहुत तेज मिर्ची लगी है कि उनसे मुस्लिम भी खिसक रहा है, यादव भी खिसक रहा है. അതേസമയം നിലവിൽ സംഭാലിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. ജനജീവിതം സാധാരണഗതിയിലായിട്ടുണ്ട്. ജനം, ഡൽഹി. കട്ടിംഗ് സൗത്ത് നടത്തിപ്പിനായി സംഘാടകർ കാനഡയിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ചത് വിദേശകാര്യ മന്ത്രാലയം അറിയാതെ. കാനഡിയൻ ഹൈക്കമ്മീഷനുമായി സ്പോൺസർഷിപ്പ് കരാറുണ്ടാക്കി സംഘാടകർ $4000 കൈപ്പറ്റിയിരുന്നു. ഇതിന് അനുമതി തേടിയിരുന്നില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഫണ്ടിങ്ങിന്റെ രേഖകൾ ജനം ടിവിക്ക് ലഭിച്ചു.
കഴിഞ്ഞ വർഷം മാർച്ചിൽ കൊച്ചിയിൽ നടന്ന കട്ടിംഗ് സൗത്ത് മീഡിയ കോൺക്ലേവിനായി ന്യൂസ് മിനിറ്റ്, ന്യൂസ് ലൗണ്ടറി, കോൺഫ്ലുവൻസ് മീഡിയയുമാണ് കാനഡ ഹൈക്കമ്മീഷനുമായി സ്പോൺസർഷിപ്പ് കരാറുണ്ടാക്കിയത്. പരിപാടിയുടെ നടത്തിപ്പിനായി $4000 കൈപ്പറ്റി. ഇത്തരത്തിൽ വിദേശ പണം വാങ്ങിയതിന് അനുമതി തേടിയിട്ടില്ലെന്നും അനുമതി നൽകിയിട്ടില്ലെന്നുമാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിനാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മറുപടി. അതായത് FCRA നിയമത്തിന്റെ ലംഘനമാണ് നടന്നിരിക്കുന്നത്. കട്ടിംഗ് സൗത്തിന്റെ മുഖ്യ സംഘാടകരായ കേരള മീഡിയ അക്കാദമി പറയുന്നത് തങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ചാണ് പരിപാടി നടത്തിയതെന്നാണ്. വിദേശ ഫണ്ടിനെ പറ്റി അറിയില്ലെന്നും മീഡിയ അക്കാദമി വിശദീകരിക്കുന്നു. ഞങ്ങൾ നടത്തിയത് ഇന്റർനാഷണൽ മീഡിയ ഫെസ്റ്റിവലാണ്. ആ ഫെസ്റ്റിവലില് ബാഹ്യമായിട്ടുള്ള ഒരു സംഘടനയിൽ നിന്നും ഒരു ഏജൻസിയിൽ നിന്നും ഒരു തരി മണി പോലും ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല, ചെലവാക്കിയിട്ടില്ല. അപ്പോ അതിനകത്തൊരു ഒരു തരത്തിലുള്ള സന്ദേഹത്തിനും അവകാശമില്ല. ഞങ്ങള് ഒരാളിൽ നിന്നും ഇതിനു വേണ്ടിയിട്ട് പണം ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. എന്നാൽ കട്ടിംഗ് സൗത്തിന്റെ പേരിൽ ന്യൂസ് ലൗണ്ടറിയും ന്യൂസ് മിനിറ്റും കനേഡിയൻ ഹൈക്കമ്മീഷനുമായി ധാരണയിലെത്തിയ സ്പോൺസർഷിപ്പ് കരാറിന്റെ പകർപ്പും ജനം ടിവിക്ക് ലഭിച്ചു. കേരളം അടങ്ങുന്ന ദക്ഷിണ ഭാരതത്തിലെ സംസ്ഥാനങ്ങളെ വിഭജിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കട്ടിംഗ് സൗത്ത് സംഘടിപ്പിച്ചതെന്നാണ് ആരോപണം. ഇതിന് മറുപടി എന്ന നിലയിലാണ് ദേശീയ പ്രസ്ഥാനങ്ങൾ ബ്രിഡ്ജിംഗ് സൗത്ത് എന്ന പേരിൽ ഡൽഹിയിലും തിരുവനന്തപുരത്തും കോൺക്ലേവുകൾ സംഘടിപ്പിച്ചത്. ജനം, ഡൽഹി. 60 ദിവസത്തെ ഇസ്രായേൽ ഹിസ്ബുള്ള വെടിനിർത്തലിന് ഇന്ന് അംഗീകാരം നൽകും. വെടിനിർത്തൽ ചർച്ച ചെയ്യാൻ ഇന്ന് ഇസ്രായേൽ യുദ്ധ ക്യാബിനറ്റ് യോഗം ചേരും. വെടിനിർത്തൽ ധാരണയ്ക്ക് തടസ്സങ്ങളില്ലെന്ന് ലെബനനും അറിയിച്ചു. ലിറ്റ്വാനി നദിക്കപ്പുറത്തേക്ക് ഹിസ്ബുള്ള പിന്മാറുക, അതിർത്തി നിർണയം പൂർണ്ണമാക്കുക, ദക്ഷിണ ലെബനിലെ ഇസ്രായേൽ സേന പിന്മാറുക എന്നിവയാണ് വെടിനിർത്തൽ ഉപാധികൾ. അമേരിക്കയുടെ മധ്യസ്ഥതയിലാണ് ചർച്ചകൾ മുന്നേറുന്നത്. ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിഷ്ണു, നിലവിലെ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങളനുസരിച്ച് ഇത്തരത്തിലുള്ള ഈ പ്രശ്നം, അതായത് നമുക്കറിയാവുന്നതാണ്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു സമാധാന ചർച്ചകൾക്കുള്ള, വെടിനിർത്തൽ ചർച്ചകൾക്കുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുരോഗമിക്കുന്നത്. യുദ്ധ ക്യാബിനറ്റ് അംഗീകാരം നൽകുന്നതിന് മുന്നോടിയായി നിലവിൽ വീണ്ടും ഹിസ്ബുള്ള റീഓർഗനൈസ് ചെയ്യുന്നതിനുള്ള നീക്കങ്ങൾ തടയുന്നതിന് ശക്തമായ ആക്രമണം ഇന്നും നടന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തുടർച്ചയായി ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അത് ഹിസ്ബുള്ളയെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ളത് വെടിനിർത്തലിൻ്റെ പ്രധാനപ്പെട്ട ഒരു കരാറിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയുടെ ആക്രമണ സങ്കേതങ്ങളിലെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ ആക്രമണം വീണ്ടും ഉണ്ടായി എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഈ ചർച്ചകൾ പുരോഗമിക്കുന്നത് വ്യവസ്ഥാപിത സംവിധാനവുമായാണ്. ലെബനനിലെ വ്യവസ്ഥാപിത സംവിധാനങ്ങളുമായാണ് ചർച്ചകൾ നടക്കുന്നത്. ഈ വ്യവസ്ഥാപിത സംവിധാനങ്ങളും ഹിസ്ബുള്ളയുടെ തന്നെ രാഷ്ട്രീയ വിഭാഗവും ചേർന്നുള്ള ചർച്ചകളാണ് പ്രധാനമായും നടക്കുന്നത്. ഹിസ്ബുള്ള മിലീഷ്യയുമായുള്ള ചർച്ചകളല്ല. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ള മിലീഷ്യയെ പൂർണ്ണമായും നിയന്ത്രിച്ചതിന് ശേഷം മാത്രമേ മറ്റു രീതികളിലുള്ള ചർച്ചകൾ സാധ്യമാകൂ എന്നതുകൊണ്ട് തന്നെ ശക്തമായ നിയന്ത്രണത്തിനുള്ള നീക്കങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിന്ന് വളരെ ശക്തമായി തുടരുകയും ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ സമാധാന ചർച്ചകൾക്ക് അല്ലെങ്കിൽ വെടിനിർത്തൽ ധാരണയ്ക്ക് അന്തിമ തീരുമാനമാകുന്നതോടെ ഇസ്രായേൽ ഹിസ്ബുള്ള വിഷയത്തിന് 60 ദിവസത്തെ വെടിനിർത്തൽ സാധ്യമാക്കുക എന്നതാണ് ലക്ഷ്യം. നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ ലിറ്റാനി നദിയുടെ കരയിൽ ഹിസ്ബുള്ള പിന്മാറുക, അതായത് ഒരു ബഫർ സോണിലേക്ക് പിന്മാറുക, സ്വാഭാവികമായും ഇസ്രായേൽ സേനയും ദക്ഷിണ ബെയ്റൂട്ടിൽ നിന്നെല്ലാം തന്നെ പിന്മാറുക, അതുപോലെ അതിർത്തി കൃത്യമായി നിർണ്ണയിക്കുക, അമേരിക്കയിലെ സമിതി ഇക്കാര്യം നിരീക്ഷിക്കുക, ഇത്തരത്തിലുള്ള നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് 60 ദിവസത്തെ വെടിനിർത്തൽ ഇപ്പോൾ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്നത്. 60 ദിവസത്തെ വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുന്നതോടെ മറ്റ് സമാധാന ചർച്ചകളിലേക്ക് നീങ്ങാൻ സാധിക്കും, ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് ഇസ്രയേലും പങ്കുവയ്ക്കുന്നത്. യെസ്, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്. വോട്ടിംഗ് യന്ത്രത്തെ ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. നിങ്ങൾ ജയിക്കുമ്പോൾ EVMന് പ്രശ്നം ഇല്ലയോ എന്നാണ് കോടതിയുടെ ചോദ്യം. ഗൗതം ചേർന്നുണ്ട്. ഗൗതം, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിഷ്ണു, വോട്ടിംഗ് മെഷീനെ ചോദ്യം ചെയ്തുകൊണ്ട് KM പോൾ എന്ന ഒരു വ്യക്തിയാണ് സുപ്രീം കോടതിയിൽ ഇത്തരത്തിലൊരു ഹർജി നൽകിയത്. ഈ ഹർജിക്കാരൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം എന്നത് EVM വോട്ടിംഗ് മെഷീനുകൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്നും പൂർണ്ണമായി മാറ്റി വീണ്ടും ബാലറ്റിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളതായിരുന്നു. ഇതിനെയാണ് ഇന്നിപ്പോൾ രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠം രൂക്ഷ ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നത്. കോടതി വളരെ പ്രസക്തമായൊരു ചോദ്യം ഈ ഹർജിക്കാരനോട് ചോദിച്ച ശേഷമാണ് ഈ ഹർജി തള്ളിയത്. അതായത് ചോദ്യം ഇതാണ്: നിങ്ങൾ ജയിക്കുമ്പോൾ മാത്രം EVM മെഷീനെ കുറ്റപ്പെടുത്തുക, നിങ്ങൾ പരാജയപ്പെടുമ്പോൾ മാത്രം EVM മെഷീനെ ചോദ്യം ചെയ്യുക, നിങ്ങൾ വിജയിക്കുമ്പോൾ ഇത് ശരിയാണെന്ന് പറയുക, ഇതിന് എന്ത് പ്രസക്തിയാണ് എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഈ ഹർജി
പരിഗണിക്കാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി വിലയിരുത്തുകയായിരുന്നു. ഇത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് വലിയ തിരിച്ചടി കൂടിയാണ്. കാരണം ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ തന്നെ രാജ്യത്ത് ഈ ബാലറ്റ് പേപ്പറുകൾ, അതായത് ബാലറ്റ് വോട്ടിംഗ് സിസ്റ്റം തിരിച്ചു കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിന് ശേഷം EVM മെഷീനെ കുറ്റപ്പെടുത്തി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതി ഈ ഹർജിക്കാരനെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് നിങ്ങൾ പരാജയപ്പെടുമ്പോൾ മാത്രം EVM മെഷീനെ ചോദ്യം ചെയ്യുന്നത് എന്തിനാണ് എന്ന പ്രസക്തമായ ചോദ്യവും രൂക്ഷമായ വിമർശനവും കോടതി നടത്തിക്കൊണ്ട് ഈ ഹർജി തള്ളിയിരിക്കുന്നത്. വിഷ്ണു. ശരി, ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്. ജമ്മു കശ്മീരിൽ മിന്നൽ പരിശോധന. 20-ലധികം ഇടങ്ങളിൽ പോലീസ് പരിശോധന നടത്തുകയാണ്. നിരോധിത തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന സ്ഥലങ്ങളിലാണ് പരിശോധന നടത്തുന്നത്. ലബനനിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ഭാരതത്തിന് സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇസ്രായേലും ഇറാനുമായി ഇക്കാര്യം തുടർച്ചയായി ചർച്ച ചെയ്യുന്നുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ആശയവിനിമയം സാധ്യമാക്കുന്നതിനുമുള്ള നടപടികൾക്ക് ഭാരതം മുൻകൈയെടുക്കുമെന്നും എസ് ജയശങ്കർ പറഞ്ഞു. ലെബനനിൽ സമാധാന പുനഃസ്ഥാപനത്തിന് ഇസ്രയേലും ഇറാനുമായി ചർച്ചകൾ തുടരുന്നതായി എസ് ജയശങ്കർ. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഭാരതത്തിന് സാധ്യമായതെല്ലാം ചെയ്യും. മെഡിറ്ററേറിയൻ ഡയലോഗ് കൗൺസിൽ കോൺഫറൻസിലാണ് എസ് ജയശങ്കർ നിലപാട് വ്യക്തമാക്കിയത്. In immediate terms, we should all support a ceasefire. India has also extended relief directly and through UNRWA. In the longer term, it is imperative that the future of the Palestinian people be addressed. India favors a two-state solution. Our concerns have also been increasing on the widening of the conflict. We have been in regular touch with both Israel and Iran at the highest levels. ഭീകരതയും മനുഷ്യരെ ബന്ദികളാക്കുന്നതിനെയും ഭാരതം അനുകൂലിക്കുന്നില്ലെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു. India unequivocally condemns terrorism and hostage taking. It also regards large-scale civilian casualties in military operations to be unacceptable. International humanitarian law cannot be disregarded. പശ്ചിമേഷ്യയിൽ സമാധാനം നിലനിൽക്കേണ്ടത് ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രയേലും ഇറാനുമായി മികച്ച സൗഹൃദം പുലർത്തുന്ന രാജ്യമാണ് ഭാരതം. അതുകൊണ്ട് തന്നെ ഇടപെടൽ ഏറെ പ്രസക്തവുമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ജനം ഡിബേറ്റ് കാണാം. നമസ്തേ.